കേരളത്തിൽ BJP ഒരു പ്രതീക്ഷയും വെക്കാത്തൊരു സീറ്റായിരുന്നു ആലപ്പുഴ. BJPയുടെ ഇന്നത്തെ ഒരു C+ മണ്ഡലത്തിന്റെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇതിലിപ്പോ ശോഭാ സുരേന്ദ്രൻ വന്നതോടുകൂടി തന്നെ അതൊരു പെട്ടെന്നൊരു A+ മണ്ഡലം എന്നുള്ള നിലയിലേക്ക് ഉയരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ BJPക്ക് ഇത്തവണ അനുകൂലമാകുന്നത് എന്ത് ഘടകമാണ് ഈ ആലപ്പുഴയിൽ അനുകൂലമാകുന്നത്? ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെ അനുകൂല ഘടകങ്ങൾ പലതുണ്ട്. ഒന്ന്, ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ തവണയും വോട്ട് വർദ്ധിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. BJPയിലെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ജനകീയ മുഖമുള്ള, ജനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു ചെല്ലാൻ കഴിയുന്ന, ജനങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും അത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. അതായത് ക്രൗഡ് പുള്ളറായിട്ടുള്ള കേരളത്തിലെ ഒരേ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് തെറ്റില്ല. അതായത് ഞാൻ പറയുന്നത് സുരേഷ് ഗോപിയെ മാറ്റി നിർത്തിയിട്ടാണ്. സുരേഷ് ഗോപിക്ക് സിനിമയുടെ പശ്ചാത്തലമുണ്ട്. പക്ഷെ സിനിമയുടെ പശ്ചാത്തലമില്ലാതെ, അതുപോലെ കേന്ദ്രമന്ത്രിയുടെ പരിവേഷമില്ലാതെ, കേവലം ഒരു BJPക്കാരി എന്നുള്ള നിലയിൽ ഒരു സംസ്ഥാന നേതാവ് എന്നതിലുപരി ഒന്നുമില്ലാത്ത ശോഭാ സുരേന്ദ്രൻ പക്ഷെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വളരെ പെട്ടെന്നാണ് ഇടിച്ചു കയറി. ആ ഒരു മുന്നേറ്റം, ജനകീയമായ മുഖം, അതാണ് ഒന്നാമത്തെ പ്ലസ് പോയിന്റ്. രണ്ടാമത്തെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ സമുദായ വോട്ട് നോക്കുമ്പോൾ അവിടെ 63% ഈഴവ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ ആ പറയുന്ന സമുദായത്തിന്റെ പിന്തുണ പരിപൂർണമായിട്ടും കിട്ടിയില്ലെങ്കിലും ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ 50% കിട്ടിയാൽ നിലവിലുള്ള BJPയുടെ വോട്ടിനോട് കൂടി ആ സമുദായത്തിന്റെ വോട്ടിന്റെ പകുതി എങ്കിലും പിടിക്കാൻ സാധിച്ചാൽ അവിടെ കൃത്യമായി വിജയിക്കാൻ കഴിയും. മൂന്നാമത്തെ കാര്യം, മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ ഭിന്നിച്ചു നിൽക്കുകയും വിഘടിച്ചു നിൽക്കുകയും സംസ്ഥാന നേതൃത്വത്തോടും പിണറായി വിജയനോടും പിണങ്ങി നിൽക്കുകയും ചെയ്യുന്ന പ്രദേശം ആലപ്പുഴയാണ്. അതായത് സുധാകരൻ അടക്കമുള്ള ആൾക്കാര്, അല്ലെങ്കിൽ നമ്മുടെ മുൻ ധനകാര്യമന്ത്രി ഐസക് തോമസ് അടക്കമുള്ള ആൾക്കാര്, അവരെ തോമസ് ഐസക്കിന്റെ ഒക്കെ നോക്കുമ്പോൾ, നിലപാട് നോക്കുമ്പോൾ അവരുടെ അണികൾ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ പിണറായി വിജയന് എതിരായിട്ടുള്ള ഒരു അവസരം നോക്കിയിരിക്കുകയാണ്. അവരുടെ വോട്ടുകളും അവരെ പിന്തുണയ്ക്കുന്നവരുടെ വോട്ടുകളും തീർച്ചയായിട്ടും വരാൻ കഴിയുന്നത് ഇവിടെയാണ്, അതായത് ശോഭാ സുരേന്ദ്രനാണ്. അപ്പൊ CPMലെ അസംതൃപ്ത വോട്ടുകൾ, SNDPയുടെ സമുദായ വോട്ടുകൾ, BJPക്ക് അവിടെ കഴിഞ്ഞ തവണ കിട്ടിയ 1,85,000 വോട്ടുകൾ. ഇതുകൂടാതെ ഇത്തവണ നാലാമതൊരു ഫാക്ടറുണ്ട്. അവിടെ ക്രൈസ്തവ സമൂഹം, അതായത് ലത്തീൻ കത്തോലിക്ക വിഭാഗം പരസ്യമായി പ്രഖ്യാപിച്ചു, തുടർന്ന് പ്രഖ്യാപിച്ചു ശോഭാ സുരേന്ദ്രന് പിന്തുണയുണ്ട്. ധീവര സഭ, അതായത് 85 കിലോമീറ്റർ നീളമുള്ള കടലോരമുള്ള ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ധീവര സഭ പരസ്യമായി പ്രഖ്യാപിച്ചു ശോഭാ സുരേന്ദ്രന് പിന്തുണയുണ്ട്. SNDP പരസ്യവും രഹസ്യവുമായിട്ട് പ്രഖ്യാപിക്കുകയല്ല, പ്രവർത്തിക്കുകയും കൂടെ ചെയ്തു, പിന്തുണയുണ്ട്. ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് NSSന്റെ മാനസപുത്രനായി പെരുന്നയുടെ ആശീർവാദത്തോടു കൂടി ഇക്കാലം അത്രയും ജയിച്ചു വന്ന KC വേണുഗോപാലിന് ഇത്തവണ സുകുമാരൻ നായരുടെയോ NSSന്റെയോ ആശീർവാദം കിട്ടിയതായി നമുക്ക് അറിയില്ല. മാത്രമല്ല, പ്രാദേശികമായി ഞാൻ അറിയുന്നിടത്തോളം ആലപ്പുഴ ജില്ലയിലെ NSSന്റെ പ്രാദേശിക നേതൃത്വം, അവിടുത്തെ താലൂക്ക് നേതൃത്വം അടക്കമുള്ളവര് ശോഭാ സുരേന്ദ്രൻ വിജയിച്ചു വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഒരു 4-5 കാരണങ്ങൾ കൊണ്ട് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ അട്ടിമറി വിജയത്തിന് അർഹയാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിന് നമുക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആറ്റിങ്ങലിൽ BJPയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ദേശീയ നേതാവ് കൂടിയാണ് അദ്ദേഹം, കേന്ദ്രമന്ത്രിയാണ്. അപ്പോ ആറ്റിങ്ങൽ വർഷങ്ങളായിട്ട് BJP വലിയ മണ്ഡലമാണ്. കഴിഞ്ഞ വട്ടം ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ ഒരു തരംഗം, വലിയ അതുപോലൊരു തരംഗം ഉണ്ടാക്കാൻ നിലവിൽ മുരളീധരനോട് സാധിച്ചിട്ടുണ്ട്. അതായത് ഈ മുരളീധരൻജി കേന്ദ്രമന്ത്രിയായ കാലം മുതൽ ഇന്ന് വരെ ആറ്റിങ്ങൽ മണ്ഡലത്തെ തന്റെ സ്വന്തം മണ്ഡലം എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും സജീവ സാന്നിധ്യമായിരിക്കുകയും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മുതൽ
അവിടുത്തെ വിവാഹങ്ങൾ, മരണങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും സദാ ജാഗരൂകമായി നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. കേരളത്തിലെ മറ്റൊരു BJP മണ്ഡലത്തിനും കിട്ടാത്ത ഒരു പ്രത്യേകതയാണ്. കേരളത്തിലെ BJP തെരഞ്ഞെടുപ്പ് പ്രചരണത്തെയും പ്രവർത്തനത്തെയും വിലയിരുത്തുമ്പോൾ വിമർശകരും അനുഭാവികളും ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്: BJP ഒരു മണ്ഡലം ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോ ഒരു നേതാവ് ഇത്തവണ ഇവിടെ മത്സരിച്ചെങ്കിൽ അടുത്ത തവണ വേറൊരു സ്ഥലത്ത്, അതിന്റെ അടുത്ത തവണ മറ്റൊരു സ്ഥലത്ത്, ഒരിക്കലും തുടർച്ചയായിട്ട് ഒരു മണ്ഡലം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്വഭാവം BJPക്ക് ഇല്ല. അതുകൊണ്ട് BJPയുടെ ഒരു നേതാവ് ഒരിടത്തും വേര് പിടിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. ഇതിന് ഘടകവിരുദ്ധമാണ് ആറ്റിങ്ങലിന്റെ അവസ്ഥ. ആറ്റിങ്ങൽ എന്ന് പറയുന്ന മണ്ഡലം തന്റെ സ്വന്തം മണ്ഡലമാക്കി അവിടേക്ക് സ്വന്തം വീട് എടുത്ത് വീട്ടിൽ താമസിച്ച് ആ മണ്ഡലത്തെ 100% തന്റെ ചിറകിന്റെ കീഴിൽ നിർത്തി വിരിയിച്ചെടുക്കാവുന്നത് പോലെ വി മുരളീധരൻജി കഴിഞ്ഞ 5-6 വർഷമായി അവിടെ തന്നെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം ഈ മണ്ഡലം അദ്ദേഹമായിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് വരിക എന്നുള്ളത്. അതാണ് അദ്ദേഹം അവിടെ ചെയ്ത ഒരു കാര്യം. ഇത് തൃശ്ശൂരില് സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട്, ആറ്റിങ്ങലില് അദ്ദേഹവും ചെയ്തിട്ടുണ്ട്. അപ്പൊ തൃശ്ശൂരിൽ എപ്രകാരമാണോ സുരേഷ് ഗോപി ചെയ്തത് അതിനേക്കാൾ ഗംഭീരമായി ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് വി മുരളീധരൻജി ആറ്റിങ്ങൽ ആ കാര്യം ചെയ്തു. അതിനു മുമ്പ് ശോഭാ സുരേന്ദ്രൻ അവിടെ പ്രവർത്തിച്ച് അടിത്തറ വിപുലമാക്കി വോട്ടുകൾ സമാഹരിച്ച് നിർത്തിയിടത്തു നിന്നാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻജി ആ പ്രവർത്തനം പുനരാരംഭിച്ചത് അല്ലെങ്കിൽ തുടർന്നത് എന്ന് നമുക്ക് കാണാം. ഇതോടുകൂടി സാമുദായിക ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ, SNDP യോഗത്തിന്റെ പിന്തുണ, അതൊരുപക്ഷെ പരസ്യമായിട്ടല്ല എങ്കിൽ പോലും പ്രായോഗികമായി അവിടെ അദ്ദേഹത്തിന് അനുകൂലമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു ഹിന്ദു സമുദായ സംഘടന വി മുരളീധരന് എതിരായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സമുദായ സംഘടനകളുടെ അതുപോലെ അവരുടെ നേതാക്കന്മാരുടെ എല്ലാവരുടെയും പിന്തുണ വളരെ സമർത്ഥമായി സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് ആറ്റിങ്ങൽ അദ്ദേഹത്തിന്റെ വിജയത്തിന് മാറ്റുകൂട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം അവിടുത്തെ എതിർ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വളരെ കരുത്തനാണ്, മിടുക്കനാണ്, സാമ്പത്തികമുള്ള വ്യക്തിയാണ്, സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്: അദ്ദേഹത്തെ വിജയിപ്പിച്ച് വിട്ടാൽ അദ്ദേഹം പാർലമെന്റിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്? മറിച്ച് വി മുരളീധരൻജിയെ വിജയിപ്പിച്ചാൽ അദ്ദേഹം ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ്. ഇത്തവണ സഹമന്ത്രിയായിരുന്നു, അടുത്ത തവണ ക്യാബിനറ്റ് മന്ത്രിയാവും. അപ്പോൾ ഒരു ക്യാബിനറ്റ് മന്ത്രിയെ വേണോ, അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് പോയിരുന്ന മുദ്രാവാക്യം വിളിക്കുന്ന, പ്രതിമയ്ക്ക് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുന്ന ഒരു MP വേണോ എന്ന് ആറ്റിങ്ങൽ തീർച്ചയായിട്ടും ചിന്തിക്കും. അതിനുള്ള രാഷ്ട്രീയ പ്രബുദ്ധത ആറ്റിങ്ങലിനുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങൾ രണ്ടും ഇവിടെ അനുകൂലമാണ്. ക്രൈസ്തവ സഭകളുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്. കാരണം ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം അവരെ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലും മോദി തന്നെ അധികാരത്തിൽ വരുമ്പോൾ ആ നരേന്ദ്രമോദിയുടെ അടുത്ത് നേരിട്ടൊരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ആറ്റിങ്ങലിൽ നിന്ന് തങ്ങൾ വിജയിപ്പിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി ഉണ്ടെങ്കിൽ എല്ലാ ക്രൈസ്തവ സഭകൾക്കും അതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ക്രൈസ്തവ സഭകളും അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടതെല്ലാം ആവോളം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആറ്റിങ്ങൽ വി മുരളീധരൻ കൃത്യമായും വിജയിച്ചിരിക്കും. അതിനുള്ള മാനേജ്മെന്റ്, ഇലക്ഷൻ മാനേജ്മെന്റ്, അതിനുള്ള ഫീൽഡ് വർക്ക്, ഇതെല്ലാം അദ്ദേഹം നേരത്തെ തന്നെ മുൻകൂട്ടി തയ്യാറാക്കി വളരെ വ്യക്തമായി ചെയ്ത് പൂർത്തിയാക്കിയിരുന്നു. പുറമെ വലിയ ഓളമൊന്നും കാണിച്ചിട്ടില്ല എങ്കിൽ പോലും വളരെ ശക്തമായിട്ടുള്ള അടിത്തറയിലെ ഗ്രാസ് റൂട്ട് ലെവൽ വർക്ക് ശാസ്ത്രീയമായി ചെയ്ത് പൂർത്തിയാക്കിയ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. അതിന്റെ റിസൾട്ട് ശ്രീ മുരളീധരന്റെ വിജയം തന്നെ ആയിരിക്കും എന്നത് വളരെ വ്യക്തമാണ്. ഇപ്പോ നമ്മള് ദേശീയ തലത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയം, നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ വലിയ തരത്തിൽ വർഗീയത നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വർഗീയത പറഞ്ഞ് വോട്ട് നേടുന്നു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. ഇത് ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ നാട്ടിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തെ വലിയ തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഈ ഒരു പ്രചരണം കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതായത് കോൺഗ്രസ് പാർട്ടിയും CPM അടക്കമുള്ള ഇടത് പാർട്ടികളും ദേശീയതയെ മതമായിട്ടാണ് കാണുന്നത്. അതായത് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാൽ അത് വർഗീയതയാണ്, അത് ഹിന്ദു വർഗീയതയാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം കേരളത്തിൽ മാത്രമേ ചെലവാവുകയുള്ളൂ. ഈവൻ തമിഴ്നാട്ടിൽ പോലും ചെലവാകില്ല, പിന്നെ അല്ലെ മറ്റ് സംസ്ഥാനങ്ങളിൽ. അതായത് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുക, വന്ദേ മാതരം ഗാനം ആലപിക്കുക എന്നൊക്കെ പറയുമ്പോൾ
അത് ഹിന്ദു വർഗീയതയാണ് എന്ന് ആക്ഷേപിക്കുന്നവരാണ് ഉത്തരേന്ത്യയിൽ നരേന്ദ്രമോദി ഹിന്ദു വർഗീയത ആളി കത്തിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. സത്യത്തിൽ അദ്ദേഹം അവിടെ പ്രോജ്വലിപ്പിക്കുന്നത് ദേശീയതയാണ്. അപ്പൊ ദേശീയതയെ ഹിന്ദു വർഗീയത എന്ന തെറ്റായി വ്യാഖ്യാനിക്കുന്ന കേരളത്തിൽ മാത്രമാണ് ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത്. കേരളത്തിൽ ഈ പ്രചരണം നടന്നു എന്ന് കരുതി വടക്കേ ഇന്ത്യയിലെ ഒന്നും ബാധിക്കാനും പോകുന്നില്ല. പക്ഷെ വടക്കേ ഇന്ത്യയിൽ അദ്ദേഹം എടുത്ത സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ദേശീയമായിട്ടുള്ള വികാരത്തെ പ്രോജ്വലിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ദേശീയ വികാരം എന്നുള്ളതിനെ കേരളത്തിൽ വരുമ്പോൾ അത് വർഗീയമായിട്ട് കാണുന്നു. സത്യത്തിൽ ആരാണ് വർഗീയത ചെയ്യുന്നത്? ഇപ്പോൾ അറിയാമല്ലോ, വയനാട്ടിൽ പച്ചക്കൊടി വേണ്ട, പച്ചക്കൊടി വേണ്ടാത്തത് കൊണ്ട് ഞങ്ങളുടെ കൊടിയും എടുക്കുന്നില്ല. ഇപ്പോൾ റായ്ബറേലിയിൽ പച്ചക്കൊടി വേണ്ടായിരിക്കും, പക്ഷേ ത്രിവർണ്ണ പതാക എടുക്കാതിരിക്കുമോ? തീർച്ചയായിട്ടും അവിടെ എടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് അവിടെ തോറ്റുപോകും. അതായത് വർഗീയത എന്നുള്ളതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ വോട്ട് ബാങ്കാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഹീനമായ തന്ത്രം. ഇപ്പോൾ CPIM-ന് ഒരൊറ്റ സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ ബീഹാറിൽ. ആ സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ ഹനുമാന്റെ പടം പോസ്റ്ററാക്കി വെച്ചുകൊണ്ടാണ് വോട്ട് തേടുന്നത്. അപ്പോൾ ഹനുമാന്റെ പടം പോസ്റ്ററാക്കി വെച്ചുകൊണ്ട് ജയ് ബജ്രംഗബലി എന്ന് മുദ്രാവാക്യം എഴുതിയിട്ട് അടിയിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന്റെ ചിഹ്നം അടിച്ചു വെച്ച് സ്ഥാനാർത്ഥിയുടെ പടവും കൂടെ വെച്ചാണ് വോട്ട് തേടുന്നത്. എന്നിട്ട് അവരാണ് പറയുന്നത് നരേന്ദ്രമോദി വർഗീയത പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അവരവിടെ ഉപയോഗിക്കുന്ന ആ വികാരത്തെ അവർ വർഗീയമായിട്ടാണ് കാണുന്നത്. പക്ഷെ മോദിജി രാമനെയും രാമക്ഷേത്രത്തെയും ഭാരത് മാതാ കീ ജയ് എന്ന മുദ്രാവാക്യത്തെയും വന്ദേ മാതരത്തെയും എല്ലാം ദേശീയതയായിട്ടാണ് കാണുന്നത്. അപ്പോ ദേശീയതയെ വർഗീയതയാക്കി തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ്, പാഴ്ശ്രമമാണ്, വിജയിക്കാതെ പാളിപ്പോകുന്ന ഒരു പരിശ്രമമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണേണ്ടതുള്ളൂ. അത് പാപ്പരത്വമാണ്. CPM-ന്റെയും കോൺഗ്രസിന്റെയും അങ്ങേയറ്റത്തെ പാപ്പരത്വമാണ്.